സാറേ, ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം അതിൻ്റെ മറ്റൊരു വശം, ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അതേപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നുള്ളൊരു നിലപാടുകാരനാണ് ട്രംപ്. അത് എത്രത്തോളം പ്രായോഗികമാണ്? ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള വ്യാപാര അധിക നികുതി ഏർപ്പെടുത്തിയതിൽ അമേരിക്കയ്ക്ക് അകത്തുപോലും ചില സെനറ്റർമാരടക്കം പരസ്യ പ്രതികരണം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ട്രംപിൻ്റെ ഈ ആശയം എത്രത്തോളം അത് പ്രായോഗികമാണ്? ഇത് സ്വന്തം നിലയിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് നല്ലതാണ്, പക്ഷേ അമേരിക്കയുടെ പൊതുസ്ഥിതി വെച്ച് നോക്കുമ്പോൾ അതത്ര സാധ്യമാണോ? ഇല്ല, അത് സാധ്യമല്ല എന്നുള്ളതല്ലേ. നമ്മൾ ഈ പല കാരണങ്ങൾ കൊണ്ടും സാധ്യമല്ലാത്ത ഒരു നിലയാണല്ലോ ഉള്ളത്. ഇപ്പം തന്നെ അമേരിക്ക ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ലേ അവിടുത്തെ ഈ ജനിതക മാറ്റം സംഭവിച്ച ഈ കാർഷിക വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കണമെന്നുള്ളത്. അങ്ങനെ ഇന്ത്യയെ അത് നടക്കത്തില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമല്ലേ. പിന്നെ നമ്മളെ സാധിച്ചിടത്തോളം നമ്മുടെ കയറ്റുമതി, അമേരിക്കയിലേക്കുള്ള കയറ്റുമതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയുടേത് സമുദ്രോൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരി സമുദ്രോൽപ്പന്നങ്ങളാണ് പ്രധാനം. പിന്നെ വസ്ത്രങ്ങൾ, ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ, പിന്നെ മറ്റു ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണം, പല കാര്യങ്ങളും നമ്മൾ ഇന്ത്യ കൊണ്ട് കയറ്റി അയക്കുന്നുണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് നമ്മുടെ ഒരു മേഖലയെ ആണ് സത്യത്തിൽ ഇതൊരു ദോഷകരമായിട്ട് ബാധിക്കേണ്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഭവശേഷി, വിഭവശേഷി, പിന്നെ അതേപോലെയുള്ള ഭൂവിസ്തൃതി, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട് നമുക്ക് ഒരു ആഭ്യന്തര വിപണി കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മളെ പല കാര്യങ്ങളിലും നമ്മുടെ പ്രായോഗികമായ അല്ലെങ്കിൽ നമ്മളുടെ നേതൃത്വത്തിൻ്റെയും കാലാകാലങ്ങളുണ്ടായിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഈ പ്രയോറിറ്റീസിലുണ്ടായ തകരാറ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് കൃത്യമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വിപണി എന്ന് പറയുന്നത് വളരെ ശക്തമായി തീരും. വളരെ എന്താ പറയുക, നമുക്ക് ഏത് ലോകരാഷ്ട്രത്തെയും വെല്ലാൻ കഴിയുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഈ ട്രംപിൻ്റെ പല നടപടികളെയും വ്യാപകമായിട്ട് അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല വിധത്തിലും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ അമേരിക്കയിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് എടുത്തിരിക്കുന്ന ഈ വ്യാപാര യുദ്ധത്തിൽ ട്രംപിനെതിരായ ഒരു വികാരം അമേരിക്കയിൽ മൊത്തത്തിൽ രൂപപ്പെട്ടു വരുന്നുമുണ്ട്. ഇപ്പോൾ മൊത്തത്തിലുള്ള ലോകക്രമം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ മൂന്നാം ലോക രാജ്യങ്ങൾ എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്, അതായത് വികസ്വര രാഷ്ട്രങ്ങൾ. അപ്പോൾ അമേരിക്കയുടെ വമ്പൻ വ്യവസായശാലകളുടെ പണിയിടമാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. ഇവിടെ കുറഞ്ഞ വേതനത്തിൽ ജീവനക്കാരെ കൊണ്ട് പണിയെടുക്കുക, അല്ലെങ്കിൽ പരിമിതമായ മുടക്കുമുതലിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കൻ വിപണിയിൽ വിറ്റഴിക്കുക എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വിപണി തന്ത്രം. പക്ഷേ അതൊക്കെ ഇപ്പോൾ അമേരിക്കയിലോട്ട് അത്തരം നിർമ്മാണങ്ങൾ മാറ്റുക, ഇവിടെ നിന്നുള്ള ഇനി കയറ്റുമതി വേണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് പൂർണ്ണമായി അതൊക്കെ നിർമ്മിച്ചാൽ ഇവിടെ ഉള്ള ഉൽപ്പാദന ചെലവായിരിക്കില്ലല്ലോ അവിടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇവിടെ കിട്ടുന്നതിൻ്റെ 3-4 ഇരട്ടി വിലയ്ക്ക് അവിടെ വാങ്ങേണ്ടി വരും. ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ ഇപ്പോൾ തന്നെ അമേരിക്കൻ ഡോളർ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ മൂല്യം പല രീതിയിൽ ഏറിയും കുറഞ്ഞ് നിൽക്കുന്നു. അതിൻ്റെ വെപ്രാളത്തിലാണത്രേ ഈ ട്രംപ് ഇത്തരത്തിൽ വ്യാപാര യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം വലിയ രീതിയിൽ ഇടിയാനുള്ള സാധ്യത, വലിയ രീതിയിലുള്ള പണപ്പെരുപ്പത്തിനുള്ള സാധ്യത ഇത് ഉണ്ടാക്കും. അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ശരിയാണ്. ട്രംപിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ട്രംപിന് മനസ്സിലാകാഞ്ഞിട്ടല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് തന്നെ ഒരു കച്ചവടക്കാരനാണല്ലോ. ഒരു കച്ചവടമാണല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രം എന്താ വെച്ചാൽ കച്ചവടമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ കുറഞ്ഞ വേതനത്തിന് ആളുകളെ കിട്ടുകയല്ലോ, ഈ ആളുകളെ കിട്ടുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഇവിടെ വളരെ ചീപ്പായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ അമേരിക്ക ഇപ്പോൾ രാജ്യങ്ങളുടെ ഇവിടെ പറഞ്ഞതുപോലെ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് മനസ്സിലാകാഞ്ഞിട്ടല്ല. ഈ അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിൽ പല ഘടകങ്ങളുണ്ട്. നേരിട്ടുള്ള ഒരു ആക്രമണത്തെക്കാൾ ഉപരി അമേരിക്ക ഉദ്ദേശിക്കുന്ന വിധത്തിൽ ലോക സാമ്പത്തിക ക്രമത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതിന് അമേരിക്കയ്ക്ക് പല പദ്ധതികളുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞതുപോലെ ഈ വികസ്വര രാജ്യങ്ങളിൽ വർദ്ധിപ്പിച്ചു. പക്ഷേ വികസ്വര രാജ്യങ്ങളെന്ന് പറയുന്ന അമേരിക്ക കരുതുന്ന രാജ്യങ്ങൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു മേൽക്കൈ എന്നുള്ളത് അമേരിക്ക അസസ് ചെയ്യുന്നതിൽ അമേരിക്കയ്ക്ക് പരാജയം പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് ട്രംപ് കരുതുന്നത് ഇവിടെ നമ്മൾ അതുപോലും അങ്ങ് തകർന്നു പോകുന്നതാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ ഒരു എക്കോണമി, ഒരു വ്യൂ ഉണ്ടല്ലോ, ആ വ്യൂവിൽ കൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു തോന്നലിലാണ് ഇത് പലപ്പോഴും ചെയ്യുന്നത്. അതങ്ങനെ അല്ല എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള അവസരം, ഏത് പ്രതിസന്ധിയും ഒരു അവസരമാകുന്നതുപോലെ അത് തെളിയിച്ചു കൊടുക്കാനുള്ള അവസരം ഈ രാജ്യങ്ങൾക്ക് കിട്ടുകയാണ്. അതവരെത്ര ഉപയോഗിക്കും എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. പിന്നെ ഈ പ്രധാനമായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം
ആയുധ കച്ചവടമാണല്ലോ ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത്. അതാണല്ലോ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്ന് പറയുന്നത് ഈ യുദ്ധം കുറയ്ക്കുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും ചൈനയും എന്ന് പറയുന്നത് പരമ്പരാഗത ശത്രുക്കളായി കരുതപ്പെടുന്ന രാജ്യങ്ങളാണ്. ശത്രുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി തർക്കമാണ് പ്രധാനമായിട്ടുള്ളത്. അതേ അവസരം തന്നെ കോമണായി യോജിക്കാൻ കഴിയുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് ഇന്ത്യയും ചൈനയെ സംബന്ധിച്ചിടത്തോളം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ രാജ്യത്തുള്ള മാർക്കറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനുള്ള സാധ്യതകൾ തീരുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നുണ്ടല്ലോ നമ്മുടെ പ്രധാനമന്ത്രി ഷാഹായ് ഉടൻ തന്നെ പോകുന്നു. തിരിച്ചടിക്കാനുള്ള ഒരു നീക്കം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ട്രംപിന് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായ ഒരു പരീക്ഷണം നടത്തുകയാണ്. പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ 2ാം തവണ ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് പല മോഹങ്ങളാണ്. ഒന്ന് ട്രംപിലെ കച്ചവടക്കാരൻ, പിന്നൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന ദൂതനായി തന്നെ ലോകം കാണണമെന്നും അംഗീകരിക്കണമെന്നുമുള്ള കാര്യം. തൻ്റെ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് മാറ്റിയെടുക്കാനുള്ള ശ്രമം. എങ്ങനെ അല്ല, അങ്ങനെ ചില വാർത്തകൾ വന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നമ്മൾ അംഗീകരിച്ചു കൊടുക്കാത്തതിന്റെ പ്രതികാരമാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അതെ. അദ്ദേഹം അതിനൊരു ജാള്യത തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം 7 തവണയോ 8 തവണയോ ഇത് പരസ്യമായി പറഞ്ഞു. അതായത് താനാണ് ഇന്ത്യ പാക് യുദ്ധം. സത്യത്തിൽ നമ്മൾ യുദ്ധം നടത്തിയില്ലല്ലോ. നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു തീവ്രവാദ ആക്രമണത്തിൽ മറ്റൊരു വശം കൂടിയുണ്ട് സാറേ. അത് പാകിസ്ഥാൻ ട്രംപിന്റെ മധ്യസ്ഥത അംഗീകരിച്ചു കൊടുത്തു. അസീം മുനീർ ട്രംപിന് വേണ്ടി ശുപാർശ കൊടുത്തു നോബൽ സമ്മാൻ. പാകിസ്ഥാന് 19% നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളൂ. പാകിസ്ഥാനും ഇസ്രായേലും കംബോഡിയയും 3 രാജ്യങ്ങൾ ഇപ്പം ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞു. ട്രംപ് ഒബാമയ്ക്ക് കിട്ടിയ സമ്മാനം തനിക്ക് കിട്ടണം എന്നാണ്. അതിൽ കുറഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോന്നലാണ്. ഇന്ത്യയും പിന്തുണച്ചേക്കാം എന്ന് ട്രംപ് കരുതി. പക്ഷേ അത് ഇന്ത്യ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഓരോ നിലപാടിലും ശക്തമായ നിലപാട് നമ്മളത് ഈ യുദ്ധത്തിൽ ട്രംപിന് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമ്മൾ വെടിനിർത്തിയത് ട്രംപിൻ്റെ നിർദ്ദേശാനുസരണമല്ല, ഒരു ബാഹ്യ സമ്മർദ്ദം മൂലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, നമ്മളിവിടെ പ്രധാനപ്പെട്ട ചോദ്യം, അപ്പോൾ ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കേവലമായി അങ്ങനെ ഉൽപ്പാദിപ്പിച്ച് എടുത്ത് ആഭ്യന്തര വിപണി അങ്ങനെ സാധിക്കത്തില്ലെന്നുള്ള കാര്യത്തെപ്പറ്റി ട്രംപിന് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം എങ്ങനെയാണ് അവിടുത്തെ ഒരു വേതന ഘടന തന്നെ എത്ര വലുതാണ്. നമ്മുടെ ഈ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി സർവ്വസാധാരണമായിട്ട് എല്ലായിടും ഉണ്ടല്ലോ. അതിൻ്റെ CEO തന്നെ അതായത് CEOയ്ക്ക് നിർദ്ദേശം കൊടുത്തു പോലും ട്രംപ് ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങാൻ പാടില്ല. പക്ഷെ അവർ ട്രംപിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഒരു ആപ്പിൾ ഫോൺ, ഇന്ത്യയിൽ നിർമ്മിച്ച ആപ്പിൾ ഫോൺ അമേരിക്കയിൽ $100 വിൽക്കാം. പക്ഷേ ഇതേ സാധനം അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ $300 ആകും. ഇതിന് മാത്രമല്ല, അപ്പോൾ അപ്പോൾ തന്നെ ട്രംപിൻ്റെ ആ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ആ തന്ത്രം എങ്ങനെ പാളി എന്നുള്ളത് വ്യക്തമല്ലേ. കാരണം ഈ കയറ്റുമതി ചുങ്കം ഏർപ്പെടുത്തി, ചുങ്കം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് 50% ആക്കി കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടുന്നു എന്നതാണല്ലോ നമ്മളത് വിപണിയെ ദോഷകരമായി ബാധിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. ഇവിടുന്ന് കൊണ്ടിരുന്ന സാധനങ്ങൾക്ക് നമുക്കിത് കയറ്റി വയ്ക്കാൻ കഴിയുന്നില്ല. ഇവിടുന്ന് എത്താത്ത സാധനം അവിടെ ഉണ്ടാക്കിയാൽ അതേ പറഞ്ഞു, അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വർധനമെന്ന് പറയുന്നത് ഇതിലും വില വർധനമെന്ന് പറയുന്നത് അതാണ് ആപ്പിളിൻ്റെ CEO കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. കാരണം നമ്മൾ അവിടെ തന്നെ ഇത് നിർമ്മിക്കുന്ന ഒരു സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്നും അപ്പോൾ ഈ ചുങ്കം എന്ന് പറയുന്നത്, അതാ ഞാൻ പറഞ്ഞത് അതിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ചുങ്കം വർദ്ധിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾക്ക് വില കൂടുമെന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു നമ്മളെ നഷ്ടത്തിൽ ബാധിക്കാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യം. ഇതേപോലെ അവിടെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന വലിയ കുഴപ്പങ്ങളില്ലേ. അപ്പോൾ അത് ട്രംപ് മനസ്സിലാക്കുന്നില്ല എന്ന് കരുതാൻ അത്രമാത്രം ഒരു കച്ചവട കണ്ണുള്ള ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് ട്രംപ് അറിയുന്നില്ല അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത് ഓർത്തുകൊണ്ട് തന്നെ ആവണം. പക്ഷേ ട്രംപ് ശ്രമിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. ലോക പോലീസ് ആവാൻ, ലോക സാമ്പത്തിക ശക്തിയായി ഒന്നാമത്തെ ആളായി തന്നെ നിൽക്കാൻ, മൂന്നാമത് സമാധാന ദൂതനായി നിൽക്കാൻ, എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു മാനസിക നില അല്പം മോശമായ ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ട്രംപ്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അവിടെ തന്നെ ഇപ്പോൾ ട്രംപിനെതിരെ വലിയ വിമർശനം ഉയർന്നുണ്ട് പ്രതിപക്ഷത്തു നിന്നാണ്. ഡെമോക്രാറ്റിൽ നിന്ന് ഒരു മുതിർന്ന സെനറ്റർ ഗ്രിഗറി മീക്സ് എന്നാണ്. അദ്ദേഹം പറയുന്നു, ഇന്ത്യയുമായിട്ട് 2 പതിറ്റാണ്ടുകളായി ഉണ്ടാക്കിയ നയതന്ത്ര ബന്ധം അത് നിങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തരുത്. നമ്മൾ നിങ്ങളുടെ നയതന്ത്രമല്ല താരിഫ് തന്ത്ര അത് പ്രയോഗിക്കുന്നതിന് മുമ്പ് നയതന്ത്രപരമായി ഉഭയകക്ഷിപരമായി പരിഹരിക്കേണ്ടതാണ്. ആ രീതിയിലേക്ക് നീങ്ങേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ വിദേശകാര്യ നയരൂപീകരണ പാർലമെൻ്ററി സമിതിയിലെ അംഗം കൂടിയാണ് ഇദ്ദേഹം. അപ്പം അത്തരത്തിൽ അമേരിക്കക്കകത്ത് നിന്ന് പോലും ട്രംപിനെതിരെ വലിയ വിമർശനം വരുന്നു എന്നുള്ളത് ഗൗരവതരമാണ്. വളരെ ഗൗരവമായ കാര്യമാണ്. അങ്ങനെ വരുന്നുണ്ട്. അത് ട്രംപിന് വിവേകം തോന്നിയില്ലെങ്കിൽ അത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊരു ചൊല്ലില്ലേ നമ്മുടെ രാജ്യത്ത്. അതാണിപ്പോൾ ട്രംപിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്.